ജീവിതത്തെക്കുറിച്ചൊക്കെ ഏകദേശം അറിവ് വെച്ച് വരുന്ന ഒരു കാലഘട്ടമാണ് ഏകദേശം ഒരു 14-15 വയസ്സെന്നുള്ളത്. നമ്മുടെ ആ ഒരു കൗമാരത്തിൻ്റെയൊക്കെ ഏകദേശം ഒരു ഇതിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്താണ് നമ്മൾക്ക് പീരീഡ്സ് വരുന്നത്. അതിനെ നമ്മൾ ശക്തമായി നേരിട്ടു. ഇത്രയും വർഷങ്ങളോളം, അതായത് നമ്മൾ ഡെലിവറിയുടെ പീരീഡ് വരെ നമ്മൾ പീരീഡ്സിൻ്റെ പല ബുദ്ധിമുട്ടുകളും സഹിച്ച് അവിടെ വരെയൊക്കെ എത്തി. ഡെലിവറി കഴിഞ്ഞിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പലതും ഉണ്ടാകും. ഡെലിവറിയുടെ പെയിൻ, കാര്യങ്ങൾ, കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ബുദ്ധിമുട്ട്, അതിനിടയ്ക്ക് നമ്മുടെ ജോലി കാര്യങ്ങൾ, ഇതെല്ലാം സഹിച്ച് നമ്മൾ 40കളിൽ എത്തുമ്പോഴായിരിക്കും മെനോപോസ് വരുന്നത്. നമ്മുടെ പീരീഡ്സ് സ്റ്റോപ്പ് ആവുന്ന ആ ഒരു കാലഘട്ടമാണ് മെനോപോസ് എന്ന് പറയുന്നത്. അത് പലർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. 40 വയസ്സ് തുടങ്ങി അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. ചിലർക്ക് കുറച്ച് ഏർലി മെനോപോസ് വരാറുണ്ട്. ഒരു 37-38 ആ ഒരു ഏജിലൊക്കെ ചിലർക്ക് ഏർലി മെനോപോസിൻ്റെ കുറച്ച് സിംറ്റംസ് ഒക്കെ കണ്ടു തുടങ്ങാറുണ്ട്. നമ്മൾ പലതിലും വായിക്കാറുണ്ട്, പല യൂട്യൂബ് ചാനലുകളിൽ നമ്മൾ കാണാറുണ്ട്. മെനോപോസ് വളരെ ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ് അല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നേരിടാൻ കഴിയും. നമ്മൾ സ്ത്രീകളെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് എന്തും നേരിടാനുള്ള നല്ലൊരു മൈൻഡോട് കൂടിയിട്ടാണ്. പീരീഡ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഡെലിവറിയുടെ ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം സഹിച്ച് ഇത്രയേറെ എത്താൻ നമുക്ക് സാധിച്ചെങ്കിൽ പിന്നെയാണോ ഈ ഒരു മെനോപോസിൻ്റെ സ്റ്റേജ്? തീർച്ചയായിട്ടും നമ്മൾക്കതിനെ സന്തോഷത്തോടു കൂടിയും നന്നായിട്ട് നമുക്ക് നേരിടാൻ സാധിക്കും. നിങ്ങൾ ഏകദേശം ഒരു 35-30 വയസ്സ് തുടങ്ങി ഇയർലി സ്റ്റേജിൽ തന്നെ നമ്മൾ എക്സസൈസ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ഇതുവരെ തുടങ്ങിയില്ലെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു 40 വയസ്സിലെത്തിയ ആളാണെങ്കിൽ ഇനിയെങ്കിലും കുറേശ്ശായി എക്സസൈസ് അല്ലെങ്കിൽ നല്ലൊരു യോഗ, ഇതൊക്കെ നിങ്ങളുടെ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമുക്ക് മെനോപോസ് വരുന്ന ആ ഒരു കാലഘട്ടം ആവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിപ്രസ്ഡ് ആവും. നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമുക്ക് വേദനകൾ ഉണ്ടാവും. നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് വളരെ ദാഹം തോന്നാറുണ്ട്. ചിലർക്ക് ഓവർ സ്വെറ്റ് ആയിരിക്കും, വല്ലാതെ നമ്മൾ വിയർക്കും. അധികം ചൂടൊന്നും ഇല്ലെങ്കിൽ പോലും വല്ലാതെ നമ്മൾ വിയർത്ത് വരും. അതുപോലെ നമുക്ക് രാത്രിയിൽ ചിലപ്പോൾ ഉറക്കം കിട്ടാനായിട്ട് ഉറക്കത്തിന് വളരെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളായിരിക്കും മെനോപോസിനോട് അടുത്ത് വരുന്ന ആ ഒരു സമയങ്ങളിൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീലിംഗ്. നമ്മളത് അങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഇത്രയും നാൾ നമ്മൾ ജീവിച്ചു വന്നത് അതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആ ഒരു പീരീഡിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ ഒരു സമയത്ത് നേരിടേണ്ടി വരും. അപ്പോൾ നമ്മളൊരു എക്സസൈസ് നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഡെയിലി നിങ്ങൾക്കൊരു ജോലിക്ക് പോകുന്ന ആളാണെങ്കിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് സമയമെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായി ഇനിയെങ്കിലും മാറ്റിവെക്കണം. സ്ത്രീകളാണ്, ഒരുപാട് ആവശ്യങ്ങൾ വീട്ടിലുണ്ട്. നമ്മളെ കൊണ്ട് കുക്കിംഗ്, വാഷിങ്, ക്ലീനിങ്, ഇതെല്ലാം ഇപ്പോൾ പണ്ടാണ് അതൊക്കെ സ്ത്രീകളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതിന് മാത്രമേ ടൈം കാണുകയുള്ളൂ. വീട്ടിലുണ്ടാകുന്ന ജോലികൾ ഡിവൈഡ് ചെയ്ത് ഹസ്ബൻഡിനും കുട്ടികൾക്കൊക്കെ ആയിട്ട് കൊടുത്തിട്ട് അവരെയും കൂടെ വീട്ടിലെ ജോലികളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ ഫ്രീ ആവാൻ സാധിക്കും. നിങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ ഭർത്താവിനോടും കുട്ടികളോടും ഒരു പരിധി വരെ നമുക്ക് പറയാം, എൻ്റെ സ്റ്റേജ് ഇപ്പോൾ ഇതാണ്, ഞാൻ കടന്നു പോകുന്നത് മെനോപോസ് സ്റ്റേജിലൂടെയാണ്, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നൊക്കെ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. നമ്മൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ തന്നെ അനുഭവിക്കണം. നമ്മളൊന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ, ഒന്ന് കയർത്ത് പറഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യം മക്കളോ ഭർത്താവോ പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ തിരിച്ചു പറഞ്ഞാലോ നമ്മളുടെ ആ ഒരു കടന്നു പോകുന്ന സ്റ്റേജ് ഇതാണെന്ന് അവർ മനസ്സിലാക്കണമെന്നില്ല. നമ്മൾ എത്രയൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാലും അവർ ചോദിക്കും, നിനക്ക് എന്താ വട്ടാണോ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്, നിനക്ക് എപ്പോഴും എന്ത് പറഞ്ഞാലും ദേഷ്യമാണല്ലോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അധികം ഒന്നും അവരോട് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്യാൻ നോക്കണ്ട. ഒരു സ്ത്രീക്ക് മാത്രമാണ് ഒരു സ്ത്രീയെ അറിയാൻ കഴിയുള്ളൂ. നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്നും നിങ്ങൾക്ക് മാത്രമാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് തുടങ്ങിയെങ്കിലും, നിങ്ങൾ ഏകദേശം 40കളിലേക്ക് എത്താറായ ഒരു സ്ത്രീ ആണെങ്കിൽ ഇന്ന് തുടങ്ങി നിങ്ങളൊരു 15 മിനിറ്റ്, ഏറ്റവും ചുരുങ്ങിയതാണ് അരമണിക്കൂറാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു യോഗയോ അതല്ലെങ്കിൽ നല്ലൊരു എക്സസൈസോ നിങ്ങൾ ശീലമാക്കി വയ്ക്കുക. ഇതിനു വേണ്ടി നിങ്ങൾ പുറത്ത് പോയി ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് സമയമില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യൂട്യൂബ് ചാനലിൽ ഒരുപാട് പേരുണ്ട്, നല്ല യോഗ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഓൺലൈൻ യോഗ കോഴ്സസ് ഉണ്ട്, ക്ലാസ്സുകളുണ്ട്. അതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റെങ്കിലും ചുരുങ്ങിയത് ഒരു ദിവസം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. നമ്മൾക്ക് സമയമില്ലാന്ന് നമ്മൾ പറയുന്നത് വെറുതെയാണ്. നമ്മൾ മൊബൈൽ നോക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട്, ടിവിക്ക് സമയം കണ്ടെത്തുന്നുണ്ട്, നല്ലൊരു ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ, ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ, ഇതിലെല്ലാം നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണമെന്ന് നമ്മൾ വിചാരിക്കണം. ഇന്ന് തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ 40കളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് എക്സസൈസ് അല്ലെങ്കിൽ ചെറുതായിട്ടൊരു യോഗ, മെഡിറ്റേഷൻ, ഇതൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. വെള്ളം നന്നായിട്ട് കുടിക്കുക. മൈൻഡ് എപ്പോഴും സ്ട്രോങ് ആക്കി വയ്ക്കുക. ആര് എന്ത് പറഞ്ഞാലും ഡിപ്രസ്ഡ് ആവാതെ, നമുക്ക് ചിലപ്പോൾ ദേഷ്യം വരാം, നമ്മൾ കയർത്ത് സംസാരിക്കാം, ഓക്കെ, നമ്മളിത് പറയാം. പക്ഷെ അത് നമ്മളുടെ മാത്രം മിസ്റ്റേക്കാണ്, മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. എന്തെങ്കിലും പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ റേസ് ആകും. അത് നമ്മളെ ഹോർമോണൽ ഇംബാലൻസിൻ്റെ പ്രോബ്ലമാണ്. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമ്മൾ ചിലപ്പോൾ ദേഷ്യപ്പെടും. നമുക്കൊരു പരിധി വരെ മാത്രമാണ് നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. നമുക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കും.
അത് കഴിയുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് വേണ്ടായിരുന്നു, അങ്ങനെ പറയണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ, പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ക്യാരക്ടറിന് ഉത്തരവാദി മറ്റാരുമല്ല, നമ്മൾ മാത്രമാണ്. നമ്മളിൽ ഉള്ള ആ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ് ഈ ദേഷ്യമായിട്ടും ഇതുപോലെ പൊട്ടിത്തെറിയായിട്ടും ഒക്കെ പുറത്തേക്ക് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മൾ ദേഷ്യപ്പെട്ടതെങ്കിൽ ആരോടാണോ അവരോടൊരു സോറി പറയുക. അതല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ടിരിക്കുക. നമ്മൾ ദേഷ്യപ്പെടുന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ളവർ നമ്മളോട് തിരിച്ച് ദേഷ്യപ്പെടും, കയർത്ത് സംസാരിക്കും. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേജിലൂടെ കടന്നു പോകുകയാണെന്ന് എത്രയൊക്കെ പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല നമ്മളിത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് കൂടെയുള്ളവർ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മളുടെ മാത്രമായൊരു പ്രോബ്ലം ആയതുകൊണ്ട് നമ്മളൊന്ന് സൈലൻ്റ് ആയി കൊടുക്കുക. കൂടെയുള്ളവർ എന്ത് നമ്മളെ പറഞ്ഞോട്ടെ, എത്ര ദേഷ്യപ്പെട്ടോട്ടെ, പക്ഷേ ഇത് നമ്മൾക്കുള്ളൊരു പ്രോബ്ലം ആണെന്ന് മനസ്സിലാക്കി നമ്മൾ ഒന്ന് താണു കൊടുക്കുക. അവിടെ അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമ്പോഴാണ് അതിനെ ചൊല്ലി നമ്മൾ വീണ്ടും കയർത്ത് അവരുമായി, ഓപ്പോസിറ്റ് സൈഡിലുള്ളവരുമായിട്ട് വീണ്ടും നമ്മൾ വഴക്കിടാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു ലൈഫ് ഇവിടെ ഒന്നും നിൽക്കില്ല. കുറച്ച് അപ്പുറത്തേക്കൊക്കെ അത് കടന്നു പോയെന്ന് വരാം. നമ്മളെ പിടിച്ചാൽ നമുക്ക് കിട്ടാത്തൊരു സ്റ്റേജിലേക്ക് വരും. അതുകൊണ്ട് നമുക്ക് ദേഷ്യം തോന്നിയാൽ നമ്മൾ അപ്പോൾ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഓക്കെ, അത് നമ്മളുടെ ഒരു പ്രശ്നമായിട്ടാണ് നമ്മൾ അംഗീകരിക്കുക. പറ്റുമെങ്കിൽ നമുക്ക് അവരോടൊരു സോറി പറയാം. അല്ലെങ്കിൽ ഏറ്റവും നല്ലത് സൈലൻസ് ആണ്, മിണ്ടാതിരിക്കുക. നമ്മൾ പറഞ്ഞത് നമ്മളുടെ തെറ്റായിട്ട് ഒരു മൗനത്തിലൂടെ നമ്മൾ അങ്ങ് അംഗീകരിച്ച് കൊടുക്കുക. അത് മാത്രമാണ് ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കാനുള്ള ഏറ്റവും വലിയ വഴി. നമ്മൾ എക്സസൈസ് പറഞ്ഞു, നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്കൊരു പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ നമ്മൾ പാട്ട് കേൾക്കുക. ഒരുപാട് സമയം മൊബൈലിൽ നോക്കി സ്പെൻഡ് ചെയ്യാതിരിക്കുക. നമുക്ക് ഈ ദേഷ്യം വരുന്നതിനേക്ക് ഒരു പരിധി വരെ മൊബൈൽ ഒരു റീസണാണ്. അതിലുള്ള റീലുകൾ ഇതെല്ലാം കംപ്ലീറ്റ് നമ്മൾ ഒത്തിരി സമയം എടുത്ത് കണ്ടുകൊണ്ടിരിക്കുക. അതൊക്കെ നമ്മളുടെ വികാരങ്ങൾ നിയന്ത്രിക്കുന്ന കാര്യങ്ങളാണ്. കഴിവതും രാത്രി കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഒഴിവാക്കിയാൽ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് വായിക്കുക, ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പാട്ട് കേൾക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ടി വിയിൽ എന്തെങ്കിലും പ്രോഗ്രാം കാണാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. പുറത്തൊന്ന് പോയി ഒരു ഡ്രസ്സ് വാങ്ങിക്കുക, നമുക്കൊരു ഇയറിങ്സ് വാങ്ങിക്കുക. സ്ത്രീകൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ അതൊക്കെയാണ്. നല്ലൊരു ഇയറിങ്സ് വാങ്ങിക്കുക, ഒരു ബാങ്കിൾ വാങ്ങിക്കുക, ഒരു ഡ്രസ്സ് വാങ്ങിക്കുക. അത് എത്ര വില കൂടിയത് അങ്ങനെയൊന്നും അല്ല. എന്താണെങ്കിലും നമുക്കൊരു ഡ്രസ്സ് വാങ്ങിച്ച് കഴിഞ്ഞ് നമ്മളത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ചേഞ്ചസ് വരും. നമ്മളെ കാണുമ്പോഴുള്ള അപ്പിയറൻസിലൊക്കെ ഒത്തിരി ചേഞ്ചസ് വരും. സ്കിന്നൊക്കെ വളരെ ഡ്രൈ ആയി തുടങ്ങും. നമ്മൾ ഇത്രയും നാളുണ്ടായിരുന്ന ആ ഒരു യങ് സ്കിന്നൊക്കെ നമുക്കിനിപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ബ്യൂട്ടി ടിപ്സ്, കാര്യങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക. നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ കൂടെ സംസാരിച്ചിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ശാരീരികമായിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾക്ക് എക്സസൈസ് മസ്റ്റാണ്. അതാണ് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അത് തന്നെയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. എക്സസൈസ് യാതൊരു തരത്തിലും ഒഴിവാക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു ½ ആൻ അവർ നടക്കാനെങ്കിലും പോവുക. നിങ്ങൾക്ക് നടക്കാൻ പോകുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നല്ലൊരു എക്സസൈസ് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ബോഡി ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. മെനോപോസ് ഒക്കെ വരുന്ന സമയങ്ങൾ നമ്മുടെ ശരീരം ഒത്തിരി തടിച്ച് വീർക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാനും ബോഡിക്ക് നല്ലൊരു ഷേപ്പ് കിട്ടാനും ഒക്കെ നല്ല രീതിയിൽ എക്സസൈസ് അല്ലെങ്കിൽ യോഗയൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കുട്ടികൾ നമ്മളോട് തിരിഞ്ഞ് ചോദിച്ചു കൊടുക്കും, അമ്മ എന്താ ഇങ്ങനെ, ഹസ്ബൻഡ് ചോദിക്കും നീ എന്താ ഇങ്ങനെ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒരുപാട് നേരിടേണ്ടി വരും. അത് നമ്മൾ നേരിടാൻ തന്നെ തയ്യാറായിട്ടിരിക്കുക. നമ്മൾ ആദ്യം മനസ്സിലാക്കുക നമ്മളെ തന്നെ. നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക, എനിക്ക് ഏജ് ഏകദേശം 40 കഴിഞ്ഞു, എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ വരുന്നത്, അതിലൂടെ ഞാൻ കടന്നു പോകും. ഇത്രയും നാൾ ഞാൻ കടന്നു വന്ന ബുദ്ധിമുട്ടുകളെല്ലാം വളരെ ഈസി ആയിട്ട് ഞാൻ തരണം ചെയ്തു. ഇതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകളാണ് നമ്മൾ തരണം ചെയ്തത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് നമ്മൾ ഈസി ആയിട്ട് തന്നെ കടന്നു പോകും. ആ ഒരു വിൽ പവറോടുകൂടി, ആ ഒരു മൈൻഡിനോടുകൂടി നമ്മൾ മെനോപോസിനെ നേരിടുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് കാലിൻ്റെ മുട്ടുകൾക്ക് വേദന, കൈവേദന, കാലുവേദന ഇങ്ങനെയുള്ള പലതും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രോപ്പറായിട്ട് ബ്ലഡ് ചെക്ക് ചെയ്യുക, വൈറ്റമിൻ ഡിയുടെ ലെവൽ ചെക്ക് ചെയ്യുക, പൊട്ടാസ്യം, കാൽസ്യം ഇതെല്ലാം തന്നെ ചെക്ക് ചെയ്യുക. ഈ ഒരു സമയത്ത് നമുക്ക് അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസീസ് വരും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കാനായിട്ട് മറക്കരുത്. ഇതിലൊന്നും നിങ്ങളെ ആരും വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ ലാബിൽ കൊണ്ടുപോകുമോ ഒന്നും ചെയ്യില്ല. നിങ്ങൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. വൈറ്റമിൻ ഡിയുടെ ലെവൽ ചെക്ക് ചെയ്യുക. മുടി ഒത്തിരി പൊഴിഞ്ഞു പോകും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടാവും. വൈറ്റമിൻ ഡിയുടെ ചെക്ക് ചെയ്യുക, തൈറോയിഡ് ചെക്ക് ചെയ്യുക, സോഡിയം, പൊട്ടാസ്യം, ക്രിയാറ്റിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുക. അത് ചെയ്ത് നമ്മുടെ ഡെഫിഷ്യൻസീസ് പരിഹരിക്കുന്നതിനുള്ള സപ്ലിമെൻറ്റ്സ് ഡോക്ടേഴ്സ് തരും. നല്ലൊരു ഫിസിഷ്യൻ അല്ലെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെയൊക്കെ കണ്ടിട്ട് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസ്, സപ്ലിമെൻറ്റ്സ് വളരെ അത്യാവശ്യമാണ്. കാൽസ്യത്തിൻ്റെ കുറവ് സ്ത്രീകളെ വളരെ എഫക്റ്റ് ചെയ്യും, വിറ്റാമിൻ ഡിയുടെ കുറവ് എഫക്റ്റ് ചെയ്യും, ഇതെല്ലാം ഉണ്ടാകും. പിന്നെ സ്കിൻ ഡ്രൈനെസ് കാര്യങ്ങൾ വിറ്റാമിൻ ഇയുടെ കുറവ് കൊണ്ടുണ്ടാവും, വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാവും. അപ്പോൾ ഇതെല്ലാം തന്നെ പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് നമ്മുടെ ബ്ലഡ് റിസൾട്ട് അവരെ കാണിച്ച് എന്തൊക്കെ ഡെഫിഷ്യൻസീസ് നമ്മൾക്കുണ്ടോ അതിന് പ്രോപ്പറായ മെഡിസിൻസ് എടുക്കുക. നല്ല മിടുക്കികളും സുന്ദരികളായിട്ട് ഇരുന്നുകൊണ്ട്
40കളെയൊക്കെ അങ്ങ് നേരിട്ട് നമ്മൾ ഇത്രയും നാൾ നമ്മൾ എങ്ങനെയായിരുന്നു അതിനേക്കാൾ സുന്ദരികളായിട്ടും വളരെ ഭംഗിയുള്ളവരായിട്ടും എന്താ പറയുക, നല്ല ചുന്ദരിയും മണികളൊക്കെ ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ 40കൾ 50കൾ 60 70കളൊക്കെ അങ്ങ് അടിച്ചു പൊളിച്ച് ജീവിക്കുക. അത്രേ ഉള്ളൂ.